നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 22. സൃഷ്ടിരചന. സൂക്ഷ്മവേദത്തിൽ നിന്ന് പൂർണ്ണ സൃഷ്ടിരചനയുടെ വർണ്ണന. ഈശ്വര വിശ്വാസികളായ ആത്മാക്കൾ ആദ്യമായിട്ട് താഴെ കൊടുത്തിട്ടുള്ള സൃഷ്ടിയുടെ രചനയെപ്പറ്റി വായിക്കണം. ആ പവിത്രമായ സദ്ഗ്രന്ഥങ്ങൾ പഠിച്ച് വായിച്ച് നമ്മൾ അതിശയിച്ചു പോകുന്നതാണ്. കാരണം യഥാർത്ഥ അമൃതജ്ഞാനം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അറിയാതെ. പവിത്രാത്മാക്കൾ സത്യനാരായണൻ സത്പുരുഷൻ എഴുതിയ ഈ സൃഷ്ടിരചനയുടെ വാസ്തവത്തിലുള്ള അറിവ് മനസ്സിലാക്കിയാലും. 1. പൂർണ്ണബ്രം. ഈ രചനയിൽ സത്പുരുഷൻ സത്യലോകത്തിന്റെ സ്വാമി, അലക് പുരുഷ് അലക് ലോകത്തിന്റെ സ്വാമി, അകം പുരുഷ് അകം ലോകത്തിന്റെ സ്വാമി, അനാമി പുരുഷ് അനാമി അകഹ് ലോകത്തിന്റെ സ്വാമി, ഇതെല്ലാം ഒരൊറ്റ പൂർണ്ണ ബ്രഹ്മമാണ്. വാസ്തവത്തിൽ അനശ്വരനായ പ്രഭു 2 ഭിന്നരൂപങ്ങൾ ധരിച്ച് തന്റെ ചുറ്റുപാടുമുള്ള ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ അകത്താണ് അസംഖ്യമായ ബ്രഹ്മാണ്ടം വരുന്നത്. 2. പരബ്രം. അക്ഷരപുരുഷൻ എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതോ ഇതിന്റെ ബ്രഹ്മാണ്ടമോ വാസ്തവത്തിൽ അവിനാശി, ഒരിക്കലും നശിക്കാത്തത് അല്ല, നശിക്കുന്നതാണ്. 3. ബ്രം. കേവലം 21 ബ്രഹ്മാണ്ടത്തിന്റെ സ്വാമിയാണ്. ഇതിനെ ക്ഷരപുരുഷനെന്നും ജ്യോതി നിരഞ്ജനെന്നും കാലൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇതും ഇതിന്റെ എല്ലാ ബ്രഹ്മാണ്ടവും നശിപ്പിക്കപ്പെടുന്നവയാണ്. മുകളിൽ പറഞ്ഞ 3 പുരുഷന്മാരുടെയും പവിത്ര പ്രമാണം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 15 ശ്ലോകം 16-17 4. ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്നത് ബ്രഹ്മിന്റെ, കാലന്റെ മൂത്ത പുത്രനാണ്. വിഷ്ണു 2ാമത്തെ പുത്രനും ശിവൻ 3ാമത്തെ പുത്രനുമാണ്. ഈ 3 പേരും ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ഗുണത്തിന്റെ സ്വാമിയാണ്, നശ്വരവുമാണ്. വിശദ വിവരങ്ങൾക്കായി ദയവായി താഴെ കൊടുത്തിരിക്കുന്ന സൃഷ്ടിരചന വായിച്ചാലും. കവി കബീർദേവ് പരമേശ്വരൻ സൂക്ഷ്മവേദത്തിൽ അദ്ദേഹത്തിന്റെ വാണികളിൽ തന്നെ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്നു. സർവപ്രഥമമായി ഒരേ ഒരു സ്ഥാനമാണ് അനാമി, അനാമൈ ലോകം. ഇതിനെ അകഹ് ലോകമെന്നും പറയുന്നു. പൂർണ്ണ പരമാത്മാവ് ആ അനാമി ലോകത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നു, താമസിക്കുന്നു. ആത്മാവിന്റെ യഥാർത്ഥ പേര് കബീർ പരമേശ്വരൻ എന്നാണ്. എല്ലാ ആത്മാക്കളും ആ പൂർണ്ണ ശരീരനായ പരമാത്മാവിൽ ലയിക്കുന്നു. ഈ കവിദേവിനെ ഉപമിക്കുന്ന പേരാണ് അനാമി പുരുഷൻ. പുരുഷൻ എന്നാൽ പ്രഭു എന്നാണ്. പ്രഭു മനുഷ്യനെ തന്റെ സ്വരൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാലാണ് മനുഷ്യന് പുരുഷൻ എന്ന പേര് ലഭിച്ചത്. അനാമി പ്രഭുവിന്റെ ഒരു രോമകൂപത്തിന്റെ പ്രകാശം ഒരു സംഘ് സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചു നിൽക്കുന്നതിനേക്കാൾ അധികമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 23. പരമേശ്വർ കബീർ സാഹിബിന്റെ അസംഖ്യ ബ്രഹ്മാണ്ടങ്ങളുടെ ലഘുചിത്രം. അനാമി ലോകം. ഈ ലോകത്ത് കബീർ സാഹിബ് അനാമി പുരുഷ രൂപത്തിൽ ഏകനായി വസിക്കുന്നു. അകം ലോകം. ഈ ലോകത്ത് കബീർ സാഹിബ് അകം പുരുഷ രൂപത്തിൽ വസിക്കുന്നു. അലക് ലോകം. ലോകത്ത് കബീർ സാഹിബ് അലക് പുരുഷ രൂപത്തിൽ വസിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 24. ഉദാഹരണം. വിശേഷ്. രാജ്യത്തിന്റെ ആദരണീയമായ പ്രധാനമന്ത്രിയുടെ ശരീരത്തിന്റെ പേര് മറ്റൊന്നാണ്. എന്നാൽ പദവിയുടെ പേര് പ്രധാനമന്ത്രി എന്നാണ്. എന്നാൽ പല പല കാര്യങ്ങൾക്കായി പല പല വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഭാരിച്ച ചുമതലകൾ പല പല ഭാഗങ്ങളായി പല പല വിഭാഗങ്ങൾക്കായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിനെ പറ്റിയുള്ള ചുമതലകൾ ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യും. അവസാനം ഒപ്പിടാനും മറ്റും ആഭ്യന്തരമന്ത്രിയുടെ ശുപാർശയോടുകൂടി പ്രധാനമന്ത്രിയുടെ പക്കൽ തന്നെ വരേണ്ടതായി വരും. ഇപ്രകാരം കബീർ പരമേശ്വരന്റെ പ്രകാശത്തിനകത്ത് ഭിന്ന ഭിന്ന ലോകങ്ങൾ വേറെയുമുണ്ട്. കബീർ പരമേശ്വരന്റെ പൂർണ്ണ പരമാത്മാവിന്റെ താഴെ 3 ലോകങ്ങളുണ്ട്. 1. അകം ലോകം, 2. അലക് ലോകം, 3. സത് ലോകം. ഇവിടെ കബീർ പരമേശ്വരൻ എന്ന പൂർണ്ണ ബ്രഹ്മ പരമാത്മാവ് അകം ലോകത്തിൽ വസിക്കുന്നു. അകം ലോകത്തിന്റെ സ്വാമി കബീർ പരമേശ്വരനാണ്. ഈ അകം പ്രഭുവിന്റെ ശരീരം മനുഷ്യനെ പോലെയാണ്. അത് വളരെ തേജോമയവും ഓരോ രോമകൂപവും അനേകം സൂര്യന്മാരേക്കാൾ പ്രകാശമയവുമാണ്. ഇപ്രകാരം
പൂർണ്ണ പരമാത്മാവായ പ്രഭു അലഗ് ലോകത്തിലുണ്ട്. സ്വയം അദ്ദേഹം അവിടുത്തെ സ്വാമിയാണ്. ഇവിടെയും പ്രഭുവിന്റെ മനുഷ്യ സമാനമായ ശരീരം വളരെ തേജോമയവും സ്വയം പ്രകാശിതമായതുമാണ്. അദ്ദേഹത്തിന്റെ ഒരു രോമകൂപത്തിലെ പ്രകാശം അനേകം സൂര്യന്മാരുടെ പ്രകാശത്തേക്കാൾ വളരെ കൂടുതലാണ്. പൂർണ്ണ പ്രഭു സത്യലോകത്തിലും കാണുന്നു. മാത്രമല്ല അവിടുത്തെയും സ്വാമിയാണ്. അതിനാൽ അദ്ദേഹത്തെ ഉപമിക്കുന്നത് സത്പുരുഷൻ എന്നാണ്. അവിനാശി പ്രഭു. ഇതിന്റെ പേര് അകാലമൂർത്തി എന്നാണ്. അതായത് രാമൻ. അദ്ദേഹത്തിന്റെ ഒരു രോമകൂപത്തിന്റെ പ്രകാശം കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തേക്കാൾ വളരെ കൂടുതലും കോടിക്കണക്കിന് ചന്ദ്രന്മാരുടെ പ്രകാശത്തേക്കാൾ വളരെ കൂടുതലുമാണ്. ഈ കബീർ പ്രഭു സത്പുരുഷനായി പ്രത്യക്ഷപ്പെട്ട് സത്യലോകത്തിൽ വിരാജിച്ച് മറ്റുള്ള സൃഷ്ടികൾ നടത്തുന്നു. ഒരു വചനം കൊണ്ട് 16 ദ്വീപുകൾ രചിച്ചു. 16 വചനം കൊണ്ട് 16 പുത്രന്മാർക്ക് ജന്മം നൽകി. ഒരു മാനസരോവർ നിർമ്മിച്ച് അതിൽ അമൃത് നിറച്ചു. 16 പുത്രന്മാരുടെ പേരുകൾ ഇപ്രകാരമാണ്: 1 കൂർമ്മം, 2 ജ്ഞാനി, 3 വിവേകം, 4 തേജ് മിടുക്ക്, 5 സഹജ്, 6 സന്തോഷം, 7 സുരതി, 8 ആനന്ദം, 9 ക്ഷമ, 10 നിഷ്കാമം, 11 ജലരംഗി, 12 അചിന്ത്, 13 പ്രേമം, 14 ദയാലു, 15 ധൈര്യം, 16 യോഗ് സന്തായാൽ അല്ലെങ്കിൽ യോഗ്ജി. സത്പുരുഷൻ തന്റെ പുത്രൻ അജിന്തിന് സത്യലോകത്തുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിക്കുകയും അതിനുള്ള ശക്തി നൽകുകയും ചെയ്തു. അജിന്ത് അക്ഷരപുരുഷൻ എന്ന ശബ്ദത്താൽ ഉൽപ്പത്തിയും നടത്തി സഹായിച്ചു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 25. സൃഷ്ടിരചന. അക്ഷരപുരുഷൻ കുളിക്കുന്നതിന് വേണ്ടി മാനസരോവരത്തിൽ പോയി. അവിടെ ആനന്ദം വരികയും ഉറങ്ങിപ്പോകുകയും ചെയ്തു. വളരെ ദീർഘസമയം പുറത്തേക്ക് വന്നതേയില്ല. അങ്ങനെ അജിത്തിന്റെ അപേക്ഷയാൽ അക്ഷരപുരുഷനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതിന് വേണ്ടി കബീർ പരമേശ്വരൻ ആ മാനസരോവരത്തിൽ നിന്നും കുറച്ച് അമൃതജലമെടുത്ത് ഒരു മുട്ടയുണ്ടാക്കി. അതിൽ ഒരു ആത്മാവിനെ പ്രവേശിപ്പിച്ച് ആ മുട്ടയെ മാനസരോവരത്തിലെ അമൃതജലത്തിൽ നിക്ഷേപിച്ചു. മുട്ടയുടെ ആരവത്താൽ അക്ഷരപുരുഷന്റെ ഉറക്കത്തിന് ഭംഗം വന്നു. അയാൾ മുട്ടയെ ദേഷ്യത്തോടെ നോക്കി. അതിനാൽ മുട്ട 2 ഭാഗങ്ങളായി. അതിൽ നിന്നും ജ്യോതി നിരഞ്ജൻ ക്ഷരപുരുഷൻ ഉണ്ടായി. പിന്നീട് അയാൾ കാലൻ എന്ന പേരിൽ അറിയപ്പെട്ടു. യഥാർത്ഥ പേര് കെൽ എന്നാണ്. അപ്പോൾ സത്പുരുഷൻ കബീർദേവ് അശരീരി ഉണ്ടാക്കി പറഞ്ഞു: 2 പേരും പുറത്തുവരൂ, അചിന്ത ദ്വീപിൽ വസിക്കൂ. ആജ്ഞ അനുസരിച്ച് 2 പേരും അചിന്ത ദ്വീപിൽ വസിക്കാൻ തുടങ്ങി. പിന്നീട് പൂർണ്ണധനി കബീർദേവ് എല്ലാ സൃഷ്ടികളും സ്വയം നടത്തി. തന്റെ ശബ്ദശക്തിയിൽ സ്വയം രാജേശ്വരി ശക്തി ഉണ്ടാക്കി. അതിൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും സ്ഥാപിച്ചു. ഇതിനെ പരാശക്തി പരാനന്ദിനി എന്നും പറയുന്നു. പൂർണ്ണബ്രം എല്ലാ ആത്മാക്കളെയും തന്റെ ഉള്ളിൽ നിന്നും തന്റെ വചനശക്തി കൊണ്ട് ഓരോ ഹംസ ആത്മാക്കളെയും പരമാത്മാവിനെ പോലെയുള്ള ശരീരമുള്ളവരായി. 16 സൂര്യനെ പോലെ തേജസ്സുള്ള ശരീരം. എന്നാൽ പരമേശ്വരന്റെ ശരീരത്തിലെ ഒരു രോമകൂപത്തിലെ പ്രകാശം കോടിക്കണക്കിന് സൂര്യപ്രഭയേക്കാൾ കൂടുതലാണ്. വളരെ സമയത്തിനു ശേഷം ക്ഷരപുരുഷൻ ആലോചിച്ചു: നമ്മൾ 3 പേരും അചിന്ത്, അക്ഷരപുരുഷൻ, ക്ഷരപുരുഷൻ ഒരേ ദ്വീപിൽ താമസിക്കുന്നു. എന്തുകൊണ്ട് വേറെ വേറെ ദ്വീപുകളിൽ താമസിച്ചുകൂടാ? ഞാൻ സാധന ചെയ്ത് വേറെ ദ്വീപ് പ്രാപ്തമാക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം വിചാരിച്ച് ഒരു കാലിൽ നിന്നുകൊണ്ട് 70 യുഗം തപസ് ചെയ്തു. എങ്ങനെയാണ് ആത്മാക്കൾ കാലന്റെ വലയിൽ കുടുങ്ങിയത്? വിശേഷ് ജ്യോതി നിരഞ്ജൻ ക്ഷരപുരുഷൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാ ആത്മാക്കളും ഇന്ന് ജ്യോതി നിരഞ്ജന്റെ 21 ബ്രഹ്മാണ്ടങ്ങളിലായി താമസിക്കുന്നു. നമ്മൾ പരമാത്മാവിനെ മറന്ന് ഈ ജ്യോതി നിരഞ്ജനിൽ ആസക്തരാകുന്നു. പാതിവൃത്യം എന്ന പദത്തിൽ നിന്നും നമ്മൾ താഴേക്ക് വീഴുന്നു. പരമാത്മാവ് നമുക്ക് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാലും നമുക്ക് ഈ സുഖമുള്ള ആസക്തിയിൽ നിന്നും വിട്ടുവരുവാൻ സാധിക്കുന്നില്ല. ഈ പ്രഭാവം ഇന്നും നടന്നു വരികയാണ്. എങ്ങനെയാണ് ചെറുപ്പക്കാരായ യുവജനങ്ങൾ ഫിലിം സ്റ്റാറുകളുടെ പുറകെ, അഭിനേതാക്കളും കൂടാതെ അഭിനേത്രികളും പോകുന്നു?
അവർ യഥാർത്ഥത്തിൽ കൃത്രിമമായ പ്രകടനം ചെയ്തു അന്നത്തെ വരുമാനത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അവരുടെ ഈ പ്രകടനത്തിൽ ഭ്രമിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അഥവാ ഒരു നടനോ നടിയോ അടുത്ത പട്ടണത്തിൽ വരികയാണെങ്കിൽ ഈ നിയന്ത്രണം ഇല്ലാത്ത കുട്ടികൾ കേവലം ദർശനത്തിനു വേണ്ടി അനാവശ്യമായി തിക്കും തിരക്കും ഉണ്ടാക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 26. സൃഷ്ടിരചന. അവിടെ യാതൊരുവിധ കൊടുക്കൽ വാങ്ങൽ എന്ന ഒരു പ്രക്രിയയും നടക്കുന്നില്ല. പകരം അവിടെ യുവജനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. മാതാവും പിതാവും എത്ര തന്നെ ശ്രമിച്ചാലും കുട്ടികൾ അത് മാനിക്കുന്നില്ല. അവർ ഏത് വിധേനയും പാത്തും പതുങ്ങിയും അവിടെ എത്തിച്ചേരുന്നതാണ്. പൂർണ്ണ ബ്രഹ്മായ കബീർ പ്രഭു ക്ഷരപുരുഷനോട് ചോദിച്ചു, എന്താഗ്രഹിക്കുന്നു? അപ്പോൾ ക്ഷരപുരുഷൻ പറഞ്ഞു, പിതാവേ, ഈ സ്ഥലം വളരെ കുറച്ചേയുള്ളൂ. അതിനാൽ എനിക്ക് മറ്റൊരു ദ്വീപ് കൂടി പ്രദാനം ചെയ്തു തന്നാലും. അപ്പോൾ സത് കബീർ 21 ബ്രഹ്മാണ്ടങ്ങൾ പ്രദാനം ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ക്ഷരപുരുഷൻ ഇവിടെ കുറച്ച് സൃഷ്ടികൾ നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചു. ഒഴിഞ്ഞുകിടക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ 70 യുഗങ്ങൾ തപസ് ചെയ്ത് ഭഗവാനെ സന്തോഷവാനാക്കി. രചന നടത്തുവാൻ വേണ്ട സാമഗ്രികൾ നൽകുവാൻ അപേക്ഷിച്ചു. സത്പുരുഷ് അദ്ദേഹത്തിന് 3 ഗുണങ്ങളും 5 തത്വങ്ങളും പ്രദാനം ചെയ്തു. അതുപയോഗിച്ച് അദ്ദേഹം തന്റെ ബ്രഹ്മാണ്ടങ്ങളിൽ കുറച്ച് രചനകൾ നടത്തി. പിന്നീട് ഇവിടെ ജീവജാലങ്ങൾ വേണമെന്ന് നിശ്ചയിച്ചു. അതിനുവേണ്ടി 64 യുഗങ്ങൾ തപസ് ചെയ്തു. കുറച്ച് ആത്മാക്കളെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ആത്മാക്കളെ തരാൻ പറ്റില്ലെന്ന് പരമാത്മാവ് പറഞ്ഞു. അവർ എന്റെ സ്വന്തം അംശമാണ്, മക്കളാണ്. അവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ. കുറച്ച് ഹംസങ്ങൾ വളരെ മുൻപ് തന്നെ ക്ഷരപുരുഷനിൽ ആസക്തരായിരുന്നു. അവ അദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞു. ഞാൻ പിതാവിൽ നിന്നും 21 ബ്രഹ്മാണ്ടങ്ങൾ പ്രാപ്തമാക്കി. അതിൽ വളരെ രമണീയമായ സ്ഥലങ്ങൾ നിർമ്മിച്ചു. നിങ്ങൾ എന്നോടൊപ്പം വരുന്നോ? ക്ഷരപുരുഷന്റെ ഇപ്രകാരമുള്ള സംഭാഷണം കേട്ട് ഹംസങ്ങൾ പറഞ്ഞു, പരമാത്മാവ് പൂർണ്ണബ്രഹ്മ സമ്മതിച്ചാൽ വരാമെന്ന്. ക്ഷരപുരുഷൻ പിതാവിനെ എല്ലാ വിവരം ധരിപ്പിച്ചു. അപ്പോൾ ക്ഷരപുരുഷനും പരമ അക്ഷരപുരുഷനും കൂടി ഈ ഹംസ ആത്മാക്കളുടെ അടുത്ത് ചെന്ന് പൂർണ്ണബ്രഹ്മ ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ഈ ക്ഷരപുരുഷന്റെ കൂടെ പോകുവാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ ഹംസാത്മാക്കൾക്കെല്ലാം മറുപടി പറയുവാനുള്ള ധൈര്യമില്ലായിരുന്നു. എന്നാൽ അതിൽ ഒരു ഹംസ ആത്മാവ് അതിസാഹസികമായി തന്നെ പരമാത്മാവിനോട് ചോദിച്ചു, പിതാവേ, ഞാൻ ക്ഷരപുരുഷനോടൊപ്പം ബ്രഹ്മത്തോടൊപ്പം പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇത് കണ്ട് മറ്റ് ഹംസങ്ങൾ വരാൻ ആഗ്രഹിച്ച് കൈ ഉയർത്തി സമ്മതിച്ചു. അപ്പോൾ പരമാത്മാവ് ക്ഷരപുരുഷനോട് പറഞ്ഞു, നീ നിന്റെ സ്ഥാനത്തേക്ക് പോകൂ. ആരൊക്കെ നിന്റെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെ ആത്മാക്കളെയെല്ലാം ഞാൻ അവിടെ എത്തിക്കാം. അങ്ങനെ ക്ഷരപുരുഷൻ തന്റെ 21 ബ്രഹ്മാണ്ടങ്ങളിലേക്ക് പോയി. ആ സമയം വരെ ഈ ബ്രഹ്മാണ്ടങ്ങളും എല്ലാം സത്യലോകത്തായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 27. സൃഷ്ടിരചന. ഈ ഒരു വലിയ തെറ്റിനാലാണ് ഈ 21 ബ്രഹ്മാണ്ടത്തിലെ ദുരിതങ്ങൾ നാം അനുഭവിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ ആദ്യമായിട്ട് ഹംസത്തിന് ഒരു പെണ്ണിന്റെ രൂപം നൽകി. ക്ഷരപുരുഷന്റെ ജ്യോതി നിരഞ്ജന്റെ ബ്രഹ്മിന്റെ അടുക്കൽ അയച്ചു. ബാക്കിയുള്ള എല്ലാ ഹംസാത്മാക്കളെയും ആ സ്ത്രീ രൂപത്തിൽ പ്രവേശിപ്പിച്ചു. അവളുടെ പേര് ആദിമായ, പ്രകൃതി ദേവി, ദുർഗ എന്നിട്ടു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, പുത്രി, ഞാൻ നിനക്ക് ശബ്ദശക്തി തരുന്നു. എത്ര ജീവികളാണോ ബ്രഹ്മ പറയുന്നത് അവരെ സൃഷ്ടിച്ചു കൊള്ളുക. എന്നിട്ട് തന്റെ പുത്രൻ സഹജ് ദാസിനോടൊപ്പം ക്ഷരപുരുഷന്റെ അടുക്കൽ പുത്രിയെ അയച്ചു. സഹജ് ദാസ് ജി ക്ഷരപുരുഷനോട് പറഞ്ഞു, പിതാവ് ഈ സഹോദരിയുടെ ശരീരത്തിൽ എല്ലാ ആത്മാക്കളെയും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. താങ്കളുടെ കൂടെ വരണമെന്നുള്ള അനുവാദം ചോദിച്ചപ്പോൾ തന്നെ പിതാവ് അവൾക്ക് വചനശക്തിയും നൽകുകയുണ്ടായി. താങ്കൾക്ക് ഇനി ഇഷ്ടം പോലെ ജീവികളെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവൾ പ്രകൃതി ദേവി തന്റെ ശബ്ദശക്തിയാൽ സാധിച്ചു തരുന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് സഹജ് ദാസ് പ്രകൃതി ദേവി, മായാദേവി, ദുർഗയെ ക്ഷരപുരുഷന്റെ അടുക്കൽ വിട്ടിട്ട് തന്റെ ദ്വീപിലേക്ക് മടങ്ങിപ്പോയി. യുവതിയായതിനാൽ അതിസുന്ദരിയായിരുന്നു. പ്രകൃതി ദേവി ബ്രഹ്മിന്റെ
ക്ഷരപുരുഷന്റെ മനസ്സിൽ വിഷയവാസനയുണ്ടായി. അദ്ദേഹം പ്രകൃതി ദേവിയോട് കാമലീലകൾ കാട്ടുവാൻ തുടങ്ങി. അപ്പോൾ പ്രകൃതി ദേവി ദുർഗയെന്നും മഹാമായ എന്നും പറഞ്ഞു, ജ്യോതി നിരഞ്ജൻ, ക്ഷരപുരുഷൻ ബ്രഹ്ം, എന്റെ പക്കൽ പിതാവ് നൽകിയ ശബ്ദശക്തിയുണ്ട്. താങ്കൾക്ക് എത്ര പ്രാണികളെ, ജീവികളെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞാലും അത് എന്റെ ശബ്ദശക്തിയാൽ സൃഷ്ടിച്ചു തരാം. താങ്കൾ മൈഥുനത്തിന് തയ്യാറാകേണ്ടതില്ല. താങ്കൾ പരംപിതാവിന്റെ ശബ്ദത്തിലും മുട്ടയിൽ നിന്നും ജനിച്ചതാണ്. അതുപോലെ അതിനുശേഷം ഞാനും പരംപിതാവിന്റെ വചനത്തിൽ നിന്നും ജനിച്ചതാണ്. അതിനാൽ നമ്മൾ സഹോദരങ്ങളാണ്. താങ്കൾ എന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. സഹോദരനും സഹോദരിയും തമ്മിൽ മൈഥുനത്തിൽ ഏർപ്പെടുന്നത് മഹാപാപമാണ്. എന്നാൽ ക്ഷരപുരുഷൻ ജ്യോതി നിരഞ്ജൻ പ്രകൃതി ദേവിയുടെ ഈ പ്രാർത്ഥന ചെവിക്കൊണ്ടില്ല. മാത്രമല്ല, അവളെ ബലാത്സംഗം ചെയ്യുവാൻ മുതിരുകയും ചെയ്തു. ആ സമയം തന്റെ അഭിമാനം, ചാരിത്രം രക്ഷിക്കുന്നതിനു വേണ്ടി പ്രകൃതി ദേവി 4 പാട് നോക്കിയെങ്കിലും ആരുമില്ലാതെ വന്നപ്പോൾ സ്വയം സൂക്ഷ്മ രൂപത്തിലായി. ജ്യോതി നിരഞ്ജന്റെ ക്ഷരപുരുഷന്റെ തുറന്നിരുന്ന വായിലൂടെ വയറിലേക്ക് പ്രവേശിക്കുകയും പരംപിതാവിനോട് തന്നെ രക്ഷിക്കണമെന്ന് യാചിക്കുകയും ചെയ്തു. അപ്പോൾ പരംപിതാവ് തന്റെ പുത്രൻ യോഗ് സന്താനത്തിന്റെ യോഗ്ജിത്തിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും കന്യകയെ, പ്രകൃതി ദേവിയെ ക്ഷരപുരുഷന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജ്യോതി നിരഞ്ജൻ, ക്ഷരപുരുഷൻ ബ്രഹ്ം, ഇന്നു മുതൽ നിന്റെ പേര് ക്ഷരപുരുഷൻ എന്നാകുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രം ജ്ഞാനഗംഗ പേജ് നമ്പർ 28 ഒരു ബ്രഹ്മാണ്ഡത്തിന്റെ ലഘുചിത്രമായി നൽകിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗത് ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ 29. സൃഷ്ടിരചന. 1,00,000 മനുഷ്യരെ നീ കഴിക്കുമ്പോൾ ഒരു ദിവസം 1.25 ലക്ഷം മനുഷ്യരെ നീ സൃഷ്ടിക്കുകയും വേണം. 21 ബ്രഹ്മാണ്ഡങ്ങളിൽ നിന്നും നിങ്ങൾ 2 പേരെയും നിഷ്കാസിതനാക്കിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതും 21 ബ്രഹ്മാണ്ഡങ്ങളും സഹജ് ദാസിന്റെ ദ്വീപിൽ നിന്നും അകന്നുപോയി 16 സങ്കോശ് ദൂരത്തിലേക്ക് നീങ്ങിപ്പോയി. ഈ ബ്രഹ്മാണ്ഡങ്ങൾ അവിടെ ചെന്നു നിന്നു. വിശേഷ വിവരണം. ഇതുവരെ 3 ശക്തികളുടെ വിവരണം ആയിട്ടുണ്ട്. 1. പൂർണ്ണ ബ്രഹ്മിന് അനേകം ഉപനാമങ്ങളുമുണ്ട്. സത്പുരുഷൻ, അകാൽ പുരുഷൻ, ശബ്ദസ്വരൂപി രാമം, പരമ അക്ഷര പരബ്രം, പരമ അക്ഷര പുരുഷൻ എന്നിങ്ങനെ. പൂർണ്ണബ്രം അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുടെ സ്വാമിയാണ്. വാസ്തവത്തിൽ അവിനാശിയാണ്, ഒരിക്കലും നശിക്കാത്തത്. 2. പരബ്രം. ഇതിനെ അക്ഷരപുരുഷൻ എന്നും പറയുന്നു. ഇത് വാസ്തവത്തിൽ അവിനാശിയല്ല. ഇത് 7 സംഘ് ബ്രഹ്മാണ്ഡങ്ങളുടെ സ്വാമിയാണ്. 3. ബ്രം. ഇതിനെ ജ്യോതി നിരഞ്ജൻ, കാലൻ, കാലം, കെൽ, ക്ഷരപുരുഷൻ, ധർമ്മരാജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹം കേവലം 21 ബ്രഹ്മാണ്ഡങ്ങളുടെ സ്വാമിയാണ്. ഈ ബ്രഹ്മിന്, കാലത്തിന് ഒരു ബ്രഹ്മാണ്ഡത്തിനെ പരിചയപ്പെടുത്താനുള്ളൂ. അവിടെ 3 പേരുണ്ട്: ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മിന്റെ ബ്രഹ്മാവ് തമ്മിലുള്ള ഭേദങ്ങൾ. ഒരു ബ്രഹ്മാണ്ഡത്തിന്റെ ഏറ്റവും മുകളിൽ ബ്രഹ്മിരിക്കുന്നു. ക്ഷരപുരുഷൻ കാലൻ സ്വയം 3 ഗുപ്തസ്ഥാനങ്ങൾ ഉണ്ടാക്കി മഹാബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാശിവൻ എന്നീ രൂപത്തിൽ വസിക്കുകയും ഈ ബ്രഹ്മിനെ, കാലനെ സദാശിവൻ, മഹാശിവൻ, മഹാവിഷ്ണു എന്ന് കൂടി പറയുന്നു. തന്റെ പ്രകൃതി ദേവിയോടൊപ്പം ചേർന്ന്, ദുർഗയോടൊപ്പം ചേർന്ന് 3 പുത്രന്മാരെ സൃഷ്ടിക്കുകയും ചെയ്തു. അവരുടെ പേരാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ബ്രഹ്മിന്റെ പുത്രനായ ബ്രഹ്മാവ് ഒരു ബ്രഹ്മാണ്ഡത്തിൽ കേവലം 3 ലോകങ്ങളുടെ രജോഗുണ വിഭാഗത്തിന്റെ സ്വാമിയാണ്: പൃഥ്വിലോകം, സ്വർഗലോകം, പാതാളലോകം. ബ്രഹ്മലോകത്തിൽ വസിക്കുന്നു. അതിന് ബ്രം അഥവാ ബ്രഹ്മലോകി ബ്രം എന്ന് പറയുന്നു. ശ്രീ വിഷ്ണു പുരാണത്തിൽ 4-ാം അംശം അധ്യായം 1 പേജ് 230-231 ശ്രീ ബ്രഹ്മാജി പറയുന്നു, സർവമയനായ പരമേശ്വരന്റെ ആദ്യവും മധ്യവും അവസാനവും നമുക്കാർക്കും തന്നെ അറിയുവാൻ പറ്റില്ല. ശ്ലോകം 83. പരമേശ്വരൻ ചെയ്യുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ അനന്തമായ അവസാനമില്ലാത്ത രൂപത്തിൽ പൂർണ്ണബ്രം സമ്പൂർണ്ണ ബ്രഹ്മാണ്ഡങ്ങളെ നിയന്ത്രിക്കുന്നു അനന്തമായ രൂപത്തിൽ. ശ്ലോകം 86. ശ്രീ ബ്രഹ്മാവ്, ശ്രീ വിഷ്ണു, ശ്രീ ശിവ് എന്നിവരുടെ ഉൽപ്പത്തി. കാലബ്രം പ്രകൃതി ദുർഗയോട് ഇപ്രകാരം പറഞ്ഞു, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല.
നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 30, സൃഷ്ടിരചന. ഇത് കേട്ട പ്രകൃതി അല്പം ലജ്ജ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ബ്രഹ്മിനോട് വിനീതയായി പറഞ്ഞു. അതിന് കാരണം നമ്മൾ രണ്ടുപേരുടെയും ജന്മം പൂർണ്ണ പരമാത്മാവിന്റെ കബീർദേവ് വചനശക്തിയാകുന്നതിൽ നിന്നാണ് ഉണ്ടായത്. രണ്ടാമതായി അങ്ങയുടെ ഉദരത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. അതിനാൽ ഞാൻ അങ്ങയുടെ പുത്രിയും അങ്ങ് എന്റെ പിതാവുമാണ്. ഈ പവിത്ര ബന്ധം ഇല്ലാതാക്കുന്നത് മഹാപാപമായിരിക്കും. എനിക്ക് പിതാവിൽ നിന്നും ലഭിച്ച വചനശക്തിയുണ്ട്. അതിനാൽ എത്ര പ്രാണികളെയും ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്യോതി നിരഞ്ജൻ ദുർഗയുടെ വിനീത അഭ്യർത്ഥന മാനിക്കാതെ അവരോട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടി. ഞാൻ സത്ലോകത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇനി എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കാലപുരുഷൻ, ക്ഷരപുരുഷൻ നിർബന്ധപൂർവം പ്രകൃതിയെ, ദുർഗയെ വിവാഹം ചെയ്യുകയും 3 പുത്രന്മാർക്ക് ജന്മം നൽകി. രജഗുണയുക്ത ബ്രഹ്മാജി, സദ്ഗുണയുക്ത വിഷ്ണുജി, തമോ ഗുണയുക്ത ശിവജി. യുവാക്കളാകുന്നതുവരെ 3 പേരെയും ദുർഗയിലൂടെ, മായയിലൂടെ അബോധാവസ്ഥയിലാക്കുകയും ചെയ്യും. യുവാക്കളായപ്പോൾ ബ്രഹ്മാവിനെ താമരപ്പൂവിലും, വിഷ്ണുവിനെ ശേഷനാഗശയ്യയിലും, ശിവജിയെ കൈലാസ പർവ്വതത്തിലും സ്വബോധത്തോടെ ഒത്തുചേർക്കുന്നു. പിന്നീട് പ്രകൃതി ദുർഗയെ കൊണ്ട് 3 പേരുടെയും വിവാഹവും നടത്തിക്കുന്നു. തുടർന്ന് ബ്രഹ്മാണ്ടത്തിൽ 3 ലോകങ്ങൾ, സ്വർഗം, ഭൂമി, പാതാളം സൃഷ്ടിക്കുകയും 3 പേരെയും ഓരോ ലോകത്തിന്റെ പ്രഭുക്കന്മാരാക്കുകയും ചെയ്തു. അതായത് ബ്രഹ്മാവിനെ രജോ ഗുണ വിഭാഗത്തിൽ, വിഷ്ണുവിനെ സദ്ഗുണ വിഭാഗത്തിൽ, ശിവജിയെ തമോ ഗുണ വിഭാഗത്തിൽ പ്രതിഷ്ഠിക്കുകയും ഒരു ബ്രഹ്മാണ്ടത്തിൽ ഒരു ബ്രഹ്മലോകത്തെ സൃഷ്ടിച്ചു. അതിൽ 3 മറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളും ഉണ്ടാക്കി. സ്വയം 3 ഗുണത്തോടുകൂടി മറഞ്ഞിരുന്നു പ്രവർത്തിച്ച് നിയന്ത്രിക്കുന്ന പ്രധാന സ്ഥാനപതിയായി കാലൻ മാറുകയും ചെയ്തു. ഒരു ബ്രഹ്മാണ്ടത്തിൽ ഒരു ബ്രഹ്മലോകം ഉണ്ടാക്കുന്നു. അതിൽ 3 രഹസ്യസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു. രജോ ഗുണ പ്രധാനമായ സ്ഥലത്ത് ഈ കാലൻ സ്വയം മഹാബ്രഹ്മാവായി മുഖ്യമന്ത്രിയായി സ്ഥിതി ചെയ്യുന്നു. തന്റെ ഭാര്യ ദുർഗയെ മഹാസാവിത്രി രൂപത്തിൽ കൂടെ താമസിപ്പിക്കുന്നു. ഇവരുടെ സഹകരണത്തിൽ ഉണ്ടാകുന്ന മകൻ സ്വതവേ രജോ ഗുണിയായി തീരുന്നു. രണ്ടാമത്തെ സ്ഥാനത്ത് സദോ ഗുണ പ്രധാനമാണ്. അവിടെ ഈ ക്ഷരപുരുഷൻ സ്വയം മഹാവിഷ്ണു രൂപത്തിൽ വസിക്കുന്നു. തന്റെ പത്നി ദുർഗയെ മഹാലക്ഷ്മി രൂപത്തിൽ വസിക്കുന്നു. അവർക്കുണ്ടാകുന്ന മകന് വിഷ്ണു എന്ന് നാമകരണം ചെയ്യുന്നു. ആ കുട്ടി സദോ ഗുണ പ്രധാനിയാകുന്നു. മൂന്നാമതായി ഈ കാലൻ അവിടെ തന്നെ തമോ ഗുണ പ്രധാനമായ ഒരു സ്ഥലമുണ്ടാക്കുന്നു. അവിടെ സദാശിവരൂപത്തിൽ വസിക്കുകയും തന്റെ പത്നി ദുർഗയെ മഹാപാർവതിയുടെ രൂപത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. അവരുടെ സഹകരണത്തിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ശിവൻ എന്ന് നാമകരണം ചെയ്യുന്നു. ആ കുട്ടി തമോ ഗുണ പ്രധാനിയായിരിക്കും. ഉദാഹരണത്തിന് പവിത്ര ശ്രീ ശിവമഹാപുരാണം വിദ്യവേശ്വർ സംഹിത പേജ് 24 മുതൽ 26 അതിൽ സദാശിവനാകുന്നു. രുദ്രസംഹിത അധ്യായം 6, 7, 9 പേജ് 100 മുതൽ 105 11 വിവർത്തകനായ ശ്രീ ഹനുമാൻ പ്രസാദ് പോധാർ ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചതും പവിത്ര ശ്രീമദ് ദേവി മഹാപുരാണം 3-ാം സ്കന്ധം അധ്യായം 1 മുതൽ 5 വരെ പേജ് നമ്പർ 114 മുതൽ 123 വരെ ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതും വിവർത്തകനായ ശ്രീ ഹനുമാൻ പ്രസാദ് പോദാർ. പിന്നീട് ഇവരെ വഞ്ചിച്ചുകൊണ്ട് ഭക്ഷണത്തിനായി ജീവികളുടെ ഉൽപാദനം ബ്രഹ്മും പ്രകൃതിയും കൂടി ശ്രീ വിഷ്ണുജിയെ കൊണ്ടും ഒന്ന് മറ്റൊന്നിനെ മോഹവലയത്തിലാക്കി കാലവലയത്തിലാക്കി ശിവജിയെ കൊണ്ട് സംഹരിച്ച്. എന്തുകൊണ്ടെന്നാൽ കാലപുരുഷൻ ശാപം കാരണം 1,00,000 മനുഷ്യ ശരീരികളായ പ്രാണികളുടെ സൂക്ഷ്മ ശരീരം ഭക്ഷിക്കണം. 1-ാം ബ്രഹ്മാണ്ടത്തിൽ ഒരു തപ്തശിലയുണ്ട്. അത് എപ്പോഴും ചൂടുള്ളതായിരിക്കും. അതിൽ ചൂടാക്കി അഴുക്കിനെ ഉരുക്കി ഭക്ഷിക്കുന്നു. ജീവി മരിക്കുന്നില്ല, പക്ഷേ വളരെയധികം അസഹനീയമായ കഷ്ടതകൾ അനുഭവിക്കുന്നു. പിന്നീട് ജീവികളെ കർമാടിസ്ഥാനത്തിൽ മറ്റ് ശരീരരൂപികളാക്കി മാറ്റുന്നു. ശ്രീ ശിവജി മുഖാന്തിരമാണ് ഇത് ചെയ്യിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വീട്ടിൽ 3 മുറികളുണ്ട്. ഒന്നിൽ അശ്ലീല ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മുറിയിൽ കയറുമ്പോൾ മനസ്സ് അതുപോലെ മലിനമായി തീരുന്നു. രണ്ടാമത്തെ മുറിയിൽ സന്യാസിമാരുടെയും ഭക്തന്മാരുടെയും ചിത്രങ്ങളാണ്. അവിടെ പ്രവേശിക്കുന്നവരുടെ മനസ്സിൽ നല്ല വിചാരങ്ങളും
ഈശ്വര ചിന്തയും ഭക്തിയും ഉണ്ടാകുന്നു. മൂന്നാമത്തെ മുറിയിൽ ദേശഭക്തരുടെയും രക്തസാക്ഷികളുടെയും ചിത്രങ്ങൾ വച്ചിരിക്കുന്നു. അവിടെ പ്രവേശിക്കുന്നവരുടെ മനസ്സിൽ ആവേശമുള്ള വിചാരങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ കാലൻ തന്റെ ആലോചനയ്ക്കനുസരിച്ച് 3 ഗുണങ്ങൾക്കായി 3 സ്ഥലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ 3 ഗുണങ്ങളും എന്താകുന്നു? 3 ഗുണങ്ങളും രജോ ഗുണം ബ്രഹ്മാവും സദ്ഗുണം വിഷ്ണുവും തമോ ഗുണം ശിവനുമാകുന്നു. ബ്രഹ്മകാലനും പ്രകൃതി ദുർഗയിൽ നിന്നും ഉണ്ടായതാണ്. ഇവ അതുകൊണ്ട് തന്നെ നാശമുള്ളതുമാകുന്നു. തെളിവ്: ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ശ്രീ ശിവമഹാപുരാണം, സംപാദക് ശ്രീ ഹനുമാൻ പ്രസാദ് പോദാർ, പേജ് നമ്പർ 24 മുതൽ 26, വിദ്യാവേശ്വർ സംഹിതയും പേജ് 110, അധ്യായം 9, രുദ്രസംഹിത. ഇങ്ങനെ ബ്രഹ്മാവിഷ്ണുവും ശിവ ബ്രഹ്മകാലൻ ഗുണങ്ങൾക്കതീതനായി പറയപ്പെടുന്നു. രണ്ടാമത്തെ തെളിവ്: ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ശ്രീമദ് ദേവി ഭാഗവത് പുരാണം, സംപാദക് ശ്രീ ഹനുമാൻ പ്രസാദ് പോദാർ, ചിമൻലാൽ ഗോസ്വാമി, 3-ാമത്തെ സ്കന്ധം, അധ്യായം 5, പേജ് 123. ഭഗവാൻ വിഷ്ണു ദുർഗയെ സ്തുതിച്ചു പറയുന്നു: ഞാൻ വിഷ്ണു, ബ്രഹ്മാവ്, ശങ്കർ, നിങ്ങളുടെ കൃപയാൽ ഉണ്ടായതാണ്. ഞങ്ങൾക്ക് ആവിർഭാവവും ജനനവും തിരോഭാവവും മരണവും ഉണ്ടാകുന്നു. നമ്മൾ അവിനാശികളല്ല. നിങ്ങൾക്ക് മാത്രമാണ് നാശമില്ലാത്തത്, സ്ഥിരമായിട്ടുള്ളത്. ലോകത്തിന്റെ ജനനിയാണ്. പ്രകൃതിയും സനാതനി ദേവിയുമാകുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 32, സൃഷ്ടിരചന. ഭഗവാൻ ശങ്കർ പറഞ്ഞു: ഭഗവാൻ വിഷ്ണുവും ഭഗവാൻ ബ്രഹ്മാവും നിങ്ങളിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ അതിനുശേഷം ജനിച്ച ഞാൻ, തമോ ഗുണ ലീലകൾ ചെയ്യുന്ന ശങ്കർ, എന്ത് നിങ്ങളിൽ നിന്നല്ലയോ ജനിച്ചത്? അതായത് എന്റെയും ഉൽപ്പത്തി നിങ്ങളിൽ നിന്നാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളിൽ നിങ്ങളുടെ ഗുണങ്ങൾ എപ്പോഴുമുണ്ട്. 3 ഗുണങ്ങളിൽ നിന്നും ഉണ്ടായ ഞങ്ങൾ, ബ്രഹ്മാവു, വിഷ്ണു, ശങ്കർ, നിയമാനുസൃതം പ്രവൃത്തിയിൽ തൽപരരായിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ പറഞ്ഞ ഈ വിവരങ്ങൾ ഹിന്ദിയിൽ വിവർത്തനം ചെയ്തത് ശ്രീദേവി മഹാപുരാണത്തിൽ നിന്നാണ്. അതിൽ ചില സത്യങ്ങൾ മറച്ചുവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ തെളിവ് കൂടി നോക്കാം. ശ്രീമദ് ഭാഗവത മഹാപുരാണ സഭാഷട്ടികമം, സമഹാത്യം, കേമരാജ്, ശ്രീ കൃഷ്ണദാസ് പ്രകാശനം, മുംബൈ. ഇതിൽ സംസ്കൃതത്തിനോടൊപ്പം ഹിന്ദി വിവർത്തനവുമുണ്ട്. 3-ാമത്തെ സ്കന്ധം, അധ്യായം 4, പേജ് 10, ശ്ലോകം 42. ബ്രഹ്മ അഹം ഈശ്വർ, ഫിൽ തേ പ്രഭാവത് സർവേ വയം ജനി, യുതാന യഥാ തൂന്യതാക്കേ, അന്യേ സുരാ ശതമക ച നിത്യാനിത്യ ത്വമേവേ ജനനി. പ്രകൃതി പുരാണ. ഹിന്ദി വിവർത്തനം: ഹേ മാതാ, ബ്രഹ്മാവും ഞാനും ശിവനും നിങ്ങളുടെ പ്രഭാവം കൊണ്ട് ജനിച്ചവരാണ്, നിത്യരല്ല. അതായത് ഞങ്ങൾ അവിനാശികളല്ല. പിന്നെ മറ്റുള്ള ഇന്ദ്രൻ മുതലായ ദേവതമാർ എങ്ങനെ നിത്യരായി അവിനാശികളായി തീരും? നിങ്ങൾ മാത്രമാണ് അവിനാശി. പ്രകൃതിയും സനാതനി ദേവിയുമാണ്. 42, പേജ് 11, 12, അധ്യായം 5, ശ്ലോകം 8. യദി ദയാദ്രമനാന സദാംബികേ കഥ മഹം വിഹിത, ചതമോ ഗുണ കമല ചഞ്ച രജോ ഗുണ സംഭവം സുവിഹിത, കിമു സത്വഗുണോം ഹരി. 1:8. വിവർത്തനം: ഭഗവാൻ ശങ്കർ പറഞ്ഞു: ഹേ മാതാ, ഞങ്ങളിൽ താങ്കൾ ദയ കാണിക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്തുകൊണ്ട് തമോ ഗുണനാക്കി സൃഷ്ടിച്ചു? താമരയിൽ നിന്നുണ്ടായ ബ്രഹ്മാവിന് രജോ ഗുണം എങ്ങനെ ഉണ്ടായി? വിഷ്ണുവിന് എന്തുകൊണ്ട് സദ്ഗുണം കിട്ടി? അതായത് ജീവികളുടെ ജനനമരണമായ ദുഷ്കർമ്മങ്ങൾ എന്തിനു നൽകി? ശ്ലോകം 12. രമയസേ സ്വപതിം പുരുഷം സദാ തവ ഗതിം നഹി വിഹവിതം ശിവേ. 12. വിവർത്തനം: തന്റെ പതിയായ പുരുഷൻ, അതായത് കാലഭഗവാനോടൊത്ത് എപ്പോഴും ഭോഗവിലാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ അവസ്ഥ ആർക്കും അറിയില്ല. ചുരുക്കം മുകളിൽ പറഞ്ഞ തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നത് രജോ ഗുണ ബ്രഹ്മ, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ, ഈ 3 പേർക്കും നാശമുണ്ടാകുന്നവരാണ്. ദുർഗയുടെ പതി കാലനാകുന്നു. അദ്ദേഹം ദുർഗയോട് എപ്പോഴും ഭോഗവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനാൽ വ്യക്തമാകുന്നത് ദുർഗയും
കാലൻ സാകാര രൂപത്തിലാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 33. സൃഷ്ടിരചന. ബ്രം, കാലൻ, അവ്യക്തമായിരിക്കുന്നതിന്റെ ശബ്ദം. സൂക്ഷ്മവേദത്തിൽ നിന്ന് ബാക്കിയുള്ള സൃഷ്ടിരചന. 3 പുത്രന്മാരെയും ജനിപ്പിച്ചതിന് ശേഷം ബ്രം തന്റെ പത്നിയായ ദുർഗ പ്രകൃതിയോട് പറഞ്ഞു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഭാവിയിൽ ഞാൻ എന്റെ യഥാർത്ഥ രൂപം കാണിക്കില്ല. ഒരു കാരണവശാലും ഞാൻ യഥാർത്ഥ രൂപം കാണിക്കില്ല. താങ്കൾ എന്റെ രൂപം ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഞാൻ രഹസ്യമായിരിക്കും. ദുർഗ ചോദിച്ചു, എന്ത്, താങ്കൾ സ്വന്തം മക്കൾക്കും ദർശനം നൽകിയില്ലേ? ബ്രം പറഞ്ഞു, തന്റെ മക്കൾക്കും മറ്റാർക്കും ഞാൻ ദർശനം നൽകില്ല. ഇത് എന്റെ ഉറച്ച തീരുമാനമാണ്. ദുർഗ പറഞ്ഞു, നിങ്ങളുടെ ഈ തീരുമാനം നല്ലതല്ല. എന്ത്, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുകയോ? അപ്പോൾ കാലൻ പറഞ്ഞു, ദുർഗെ, എന്റെ വിവശതയാണ്. എനിക്ക് 100,000 മനുഷ്യ ശരീരം പ്രാപിച്ച് ജീവികളെ ആഹാരമാക്കണമെന്ന ശാപമുണ്ട്. എന്റെ പുത്രന്മാരായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവ അവർ ഈ വിവരം അറിഞ്ഞാൽ പിന്നെ ഉൽപ്പത്തി, സ്ഥിതി, സംഹാരം എന്നീ പ്രവർത്തികൾ നടക്കില്ല. അതുകൊണ്ട് എന്റെ ഈ ഉത്തമമല്ലാത്ത നിയമം എപ്പോഴും നിലനിൽക്കുന്നതാണ്. എപ്പോഴാണോ ഇവർ മൂവരും കുറെ വലുതാകുന്നുവോ അപ്പോൾ ഇവരെ അചേതരാക്കി ചൈതന്യമില്ലാത്തവരാക്കി മാറ്റണം. എന്നെ പറ്റി ഒന്നും പറയരുത്. പറയുകയാണെങ്കിൽ ഞാൻ നിന്നെയും ശിക്ഷിക്കുന്നതായിരിക്കും. ഈ ശിക്ഷയുടെ ഭയത്താൽ ദുർഗ യാഥാർത്ഥ്യം മറച്ചുവെച്ചു. ഗീത അധ്യായം 7 ശ്ലോകം 24 പറയുന്നു, ബുദ്ധിഹീനരായ ജനസമുദായം എന്റെ ഉത്തമമല്ലാത്ത നിയമത്തെക്കുറിച്ച് അറിയുന്നില്ല. എന്തെന്നാൽ ഞാൻ ഒരിക്കലും ആരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടില്ല. എന്റെ യോഗമായയിൽ ഒളിച്ചിരിക്കും. അതുകൊണ്ട് അവ്യക്തനായ എന്നെ മനുഷ്യരൂപത്തിൽ വന്ന, അതായത് കൃഷ്ണനായി കണക്കാക്കുന്നു. അബുദ്ധ, ബുദ്ധിഹീന, മമ, എന്റെ, അത്യുത്തമ, അനുത്തമം, അതായത് ഉത്തമമല്ലാത്ത, അവ്യയം, അവിനാശി, പരമഭാവം, വിശേഷഭാവത്തെ അജാനന്ത, അറിയാതെ, മാമ അവ്യക്തം, അവ്യക്തമായ എന്നെ, വ്യക്തി, മനുഷ്യരൂപത്തിൽ, ആപന്നം, വന്ന, മാന്യനെ വിചാരിക്കുന്നു, അതായത് ഞാൻ കൃഷ്ണനല്ല. ഗീത അധ്യായം 7 ശ്ലോകം 24. ഗീത അധ്യായം 11 ശ്ലോകം 47 48 പറയുന്നു, എന്തെന്നാൽ ഇത് എന്റെ യഥാർത്ഥമായ കാലരൂപമാകുന്നു. ഈ ദർശനം, അതായത് ബ്രഹ്മപ്രാപ്തി, വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള നിയമം കൊണ്ടോ ജപം കൊണ്ടോ തപസ്സുകൊണ്ടോ മറ്റു എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ കിട്ടുകയില്ല. എപ്പോഴാണോ 3 കുട്ടികളും യുവാക്കളാകുന്നുവോ അപ്പോൾ അമ്മയായ ഭവാനി, അതായത് പ്രകൃതി അഷ്ടാംഗി പറഞ്ഞു, നിങ്ങൾ സമുദ്രത്തെ കടയണം. ആദ്യത്തെ പ്രാവശ്യം സമുദ്രം കടഞ്ഞപ്പോൾ ജ്യോതി നിരഞ്ജനൻ തന്റെ ശ്വാസത്തിൽ കൂടി 4 വേദങ്ങൾ ഉണ്ടാക്കി. അതിന് രഹസ്യമായ വാക്കുകളിൽ കൂടി ആജ്ഞാപിച്ചു സമുദ്രത്തിൽ തന്നെ താമസിക്കുവാൻ. 4 വേദങ്ങളും പുറപ്പെട്ടപ്പോൾ അതിനെ ബ്രഹ്മാവെടുത്തു. വസ്തുക്കൾ എടുത്തിട്ട് 3 കുട്ടികളും അമ്മയുടെ അടുക്കലെത്തി. അപ്പോൾ അമ്മ പറഞ്ഞു, 4 വേദങ്ങളും ബ്രഹ്മാവെടുത്ത് പഠിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 34. സൃഷ്ടിരചന. നോട്ട്: വാസ്തവത്തിൽ പൂർണ്ണ ബ്രം, അതായത് കാലന് 5 വേദങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ബ്രം, ക്ഷരപുരുഷൻ, വെറും 4 വേദങ്ങൾ മാത്രമേ പുറമെ പ്രകടമാക്കിയുള്ളൂ. 5ാമത്തേതിനെ ഒളിപ്പിച്ചു വെച്ചു. അത് പൂർണ്ണ പരമാത്മാവ് സ്വയം പ്രത്യക്ഷപ്പെട്ട് കവിഗീർബി, അതായത് കവിർവാണി, കബിർവാണിയിൽ കൂടി, ലോകോക്തികളിൽ കൂടിയും ദോഹയിൽ ശ്ലോകങ്ങളിൽ കൂടിയും പ്രകടമാക്കി. 2ാമത്തെ പ്രാവശ്യം സമുദ്രം കടഞ്ഞപ്പോൾ 3 കന്യകമാരെ കിട്ടി. അമ്മ 3 പേരെയും വീതിച്ചു. പ്രകൃതി, ദുർഗ, തന്റെ തന്നെ വ്യത്യസ്തമായ 3 രൂപങ്ങൾ ധരിച്ച് സാവിത്രി, ലക്ഷ്മി, പാർവതി സമുദ്രത്തിൽ ഒളിച്ചു. സമുദ്രം കടഞ്ഞപ്പോൾ പുറത്തു വന്നു. ആ പ്രകൃതി തന്നെ 3 രൂപങ്ങൾ സ്വീകരിച്ചു. സാവിത്രി ബ്രഹ്മാവിനും ഭഗവാൻ വിഷ്ണുവിന് ലക്ഷ്മിയും ഭഗവാൻ ശങ്കറിന് പാർവതിയും പത്നിമാരായി നൽകി. 3 പേരും ഭോഗവിലാസങ്ങളിൽ മുഴുകി. പിന്നെ സുരന്മാരും അസുരന്മാരും ജനിച്ചു. എപ്പോഴാണോ 3ാമത്തെ തവണ സമുദ്രം കടഞ്ഞപ്പോൾ 14 രത്നങ്ങൾ ബ്രഹ്മാവിനും അമൃത് വിഷ്ണുവിനും ദേവന്മാർക്കും
മദ്യം അസുരന്മാർക്കും വിഷം യഥാർത്ഥ ശിവൻ തന്റെ കണ്ടത്തിലും താങ്ങി നിർത്തി. ഇതൊക്കെ പിന്നെയുണ്ടായ കാര്യമാണ്. എപ്പോഴാണോ ബ്രഹ്മാവ് വേദം പഠിക്കാൻ തുടങ്ങിയോ അപ്പോൾ മനസ്സിലായി സർവ ബ്രഹ്മാണ്ടങ്ങളും സൃഷ്ടിച്ച കുടുംബത്തിന്റെ യജമാന പുരുഷൻ ഭഗവാൻ വേറെ ആരോ ആണെന്ന്. അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനോടും ശങ്കരനോടും പറഞ്ഞു, എന്തെന്നാൽ വേദത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് സൃഷ്ടികർത്താവ് മറ്റൊരു ഭഗവാനാണെന്ന്. ഈ ജ്ഞാനം നമ്മൾക്കറിയില്ല. അതറിയാനായി ഏതെങ്കിലും തത്വദർശിയായ സന്യാസിയോട് ചോദിക്കാൻ സൂചിപ്പിച്ചിരിക്കുന്നു. ബ്രഹ്മാവ് മാതാവിന്റെ അടുക്കലെത്തി എല്ലാ കാര്യവും പറഞ്ഞു കേൾപ്പിച്ചു. അമ്മ പറഞ്ഞു, എന്നെ കൂടാതെ മറ്റാരും തന്നെയില്ല. ഞാൻ തന്നെയാണ് സൃഷ്ടികർത്താവ്, ഞാൻ തന്നെയാണ് സർവശക്തി. എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞു, വേദം ഈശ്വര സൃഷ്ടിയാണ്, അത് ഒരിക്കലും കള്ളം പറയുകയില്ല. ദുർഗ പറഞ്ഞു, നിന്റെ അച്ഛൻ നിങ്ങൾക്ക് ദർശനം നൽകില്ല, അദ്ദേഹം ശപഥം ചെയ്തിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളുടെ വാക്കുകളിൽ സംശയം തോന്നുന്നു, ഞാൻ ആ പരമപുരുഷനെ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും. ദുർഗ പറഞ്ഞു, അദ്ദേഹം നിനക്ക് ദർശനം തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്റെ രൂപം കാണിച്ചു തരില്ല. മറ്റൊരു വശത്ത് ജ്യോതി നിരഞ്ജൻ ശപഥം ചെയ്തിരുന്നു, എന്തെന്നാൽ അവ്യക്തമായിരിക്കുമെന്ന്, ആർക്കും ദർശനം നൽകിയില്ലെന്ന്. അതായത് 21 ബ്രഹ്മാണ്ടങ്ങളിലും ഒരിക്കലും ഞാൻ എന്റെ യഥാർത്ഥ കാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന്. ഗീത അധ്യായം 7 ശ്ലോകം 24. അവ്യക്തം വ്യക്തിം ആപന്നം മന്യന്തേ മാം അബുദ്ധയ പരം ഭാവം അജാനന്ത മമ. അവ്യയം അത്യുത്തമം 24. വിവർത്തനം അബുദ്ധയ ബുദ്ധിയില്ലാത്തവർ, മമ എന്റെ ഉത്തമമല്ലാത്ത ശ്രേഷ്ഠമല്ലാത്തത് അവ്യയം ഉറച്ച പരമ പരമം ഭാവം ഭാവത്തിന് അജാനന്ത അറിയാതെ അവ്യക്തം ദൃശ്യമല്ലാത്ത മാം എന്നെ കാലനെ വ്യക്തം രൂപത്തിൽ കൃഷ്ണാവതാരമായി ആപന്നം പ്രവിച്ച മന്യന്തേ വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 35. സൃഷ്ടിരചന. ഗീത അധ്യായം 7 ശ്ലോകം 25. ന അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢ അയം ന അഭിജാനാതി ലോക മാം അജം അവ്യയം 25. വിവർത്തനം അഹം ഞാൻ, യോഗമായ സമാവൃത യോഗമായയാൽ ഒളിച്ച്, സർവസ്യ എല്ലാവർക്കും, പ്രകാശ പ്രത്യക്ഷ, ന മല്ല അതായത് അദൃശ്യം അവ്യക്തമായിരിക്കും, അതുകൊണ്ട് അജം ജനിക്കാത്ത, അവ്യയം അവിനാശി ഉറച്ച ഭാവത്തിന്, അയം ഈ മൂഢ അജ്ഞാനി, ലോക ജനസമുദായ ലോകം, മാം എന്നെ, ന ഇല്ല, അഭിജനാതി എന്നെ അവതാര രൂപത്തിൽ വന്നതായി മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മ തന്റെ ശബ്ദശക്തി കൊണ്ട് തന്റെ പല രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ദുർഗയുടെ പതിയാണ്. അതുകൊണ്ട് ഈ മന്ത്രത്തിൽ പറയുകയാണ്, എന്തെന്നാൽ ഞാൻ ശ്രീകൃഷ്ണൻ മുതലായവരെ